صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم كل نفس شيئا والأمر يومئذ لله എല്ലാ അധികാരങ്ങളും ഇല്ലാതാകുന്ന നാളാണ്. അന്നത്തെ അധികാരം മുഴുവനും ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അല്ലാഹുവിനാണ് രാജാധികാരം മുഴുവനുമുള്ളത്. ദുനിയാവിൽ പല രാജാക്കന്മാരെയും കാണാം, പക്ഷേ അന്ന് ഒരു രാജാവിന്റെ അധികാരത്തിനും വിലയുണ്ടാകൂല. മേലയായ റബ്ബാണ് അന്നത്തെ മാലിക്. നിന്റെ നാവ് കൊണ്ട് 17 തവണ ദിവസവും നീ ആവർത്തിച്ചു പറയണേ എന്നാണ് റബ്ബിന്റെ നിയമം. മാലിക് യൗമിദ്ദീൻ, അള്ളാഹുവിനെ സ്തുതിച്ചു തുടങ്ങി, അവന്റെ പേരുച്ചരിച്ച് അവനെ സനാ ചെയ്ത് ഇനി അള്ളാഹു അടുത്തവനായി മാറിയിട്ടുണ്ട്. റബ്ബിനെ ഖൽബിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയാണ്, നിന്നോട് മാത്രമാ ഞങ്ങളെ സഹായത്തേട്ടമുള്ളത്, നിന്നെയല്ലാതെ വേറൊരാളെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഒരാളെ മുമ്പിലും ഞങ്ങൾ നെറ്റിത്തടം വെക്കുന്നില്ല, ഞങ്ങളെ മനസ്സിൽ വേറെ ആരും ആരാധ്യനായില്ല, വേറൊരാളോട് ഞങ്ങൾ സഹായം തേടുന്നില്ല. ഔലിയാക്കളെ സിയാറത്ത് ചെയ്യുന്നത്, ബദരീങ്ങളെ സിയാറത്ത് ചെയ്യുന്നത്, മുത്തുനബിയെ സിയാറത്ത് ചെയ്യുന്നത്, സ്വാലിഹീങ്ങളെ ഞങ്ങൾ മഹബത്ത് വെക്കുന്നത്, ഉറൂസ് ഞങ്ങൾ നടത്തുന്നത് ഔലിയായിനെ ആരാധിക്കാനല്ല, ആദരവ് കൊണ്ടാണ്. ബിദ്അത്തിന്റെ കക്ഷികൾക്ക് അറിയൂല, അവർക്കറിയില്ലല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. സുന്നികൾ ചെന്നിട്ട് ഖബറിനെ പൂജിക്കാണ് എന്നവരെ വിളിച്ചോതുമ്പോ അങ്ങനെ തന്നെയാണ് എന്ന് ശരിവെക്കുന്നവരോടാണ് എന്റെ വാക്ക്. ഒരു സുന്നിയും ഒരു ഔലിയനെ പൂജിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, അള്ളാന്റെ റസൂലിനെ വരെ ആരാധിക്കുന്നില്ലല്ലോ. അള്ളാന്റെ ഹബീബ് തന്നെ വിലക്കിയില്ലേ, നിങ്ങൾ എന്നെ ഒരിക്കലും ഈസാ നബിയെ ഖൗമാക്കിയതുപോലെ ആക്കല്ലേ, ഞാൻ അള്ളാഹുവിന്റെ റസൂലാ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് നബി റസൂലല്ലാതെയല്ല. അള്ളാന്റെ ഹബീബിനെ ചെന്നിട്ട് സിയാറത്ത് ചെയ്തിട്ട് കൈമലർത്തി തേടുമ്പോ തിരിച്ചു കളയണ്ട. അള്ളാഹുവിലേക്ക് ചേരാനുള്ള വസീല മുത്തുനബിയല്ലേ, അതിനേക്കാൾ പവറുള്ള വേറെ ആരാണ്? ബദരീങ്ങളെ വിളിക്കുമ്പോ, അവരെ പേര് പറയുമ്പോ, അവരെ മൗലിദ് ചൊല്ലുമ്പോ, അവരെ അനുസ്മരിക്കുമ്പോ, റാത്തീബ് നടത്തുമ്പോ, ഷേഖ് ജീലാനി തങ്ങളെ അനുസ്മരിക്കുമ്പോ, ഉറൂസ് നടത്തുമ്പോ, മഹാന്മാരെ ഓർക്കുമ്പോ ചിലർക്ക് കൃമിക്കടി വന്നു പോകും, ചിലർക്ക് അലർജി വന്നു പോകും. നിസാരപ്പെടുത്തണ്ട. ഇത് ഒരിക്കലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിന് എതിരല്ല. സഹായം മുഴുവനും ലില്ലാഹ്, അല്ലാഹുവിൽ നിന്നാ സഹായം മുഴുവനും വരുന്നത്. സഹായിക്കുന്നവൻ യഥാർത്ഥത്തിൽ അല്ലാഹുവാണ്. നിന്റെ വാപ്പക്കോ ഉമ്മക്കോ അധികാരിക്കോ ഒരു പഞ്ചായത്ത് മെമ്പറിനോ ജില്ലാ പ്രസിഡന്റിനോ ജമാഅത്ത് കമ്മിറ്റിക്കോ ഖതീബിനോ ഖാദിക്കോ ഒരു ജഡ്ജിക്കും നിന്നെ സഹായിക്കാൻ കഴിയൂല, അല്ലാഹ് സഹായിച്ചാലല്ലാതെ. ഇത് ഉറപ്പിച്ചവനാ സുന്നി. ഇത് മനസ്സിൽ ഉറപ്പിച്ചിട്ടാ ഖബറിന്റെ അടുക്കൽ ചെന്ന് സിയാറത്ത് ചെയ്യുന്നത്, അവരെ വിളിക്കുന്നത്. ഇവിടെ കിടക്കുന്ന മഹാൻ സ്വന്തമായി സഹായിക്കാൻ കഴിവുള്ളവരാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവന് കാഫിറാ, തർക്കമില്ല. 5 നേരം നിസ്കാരത്തിലും വിളിച്ചു.